എനിക്ക് പ്രശ്നമൊന്നുമില്ല. വന്ന സമയങ്ങളിൽ ഠാക്കൂർ സാബ് ഗാവ് മേ കോയി നെയ്യേ ഒരു ഗ്ലാസ് വെള്ളം, അത് ഏകദേശം. അതുപോലെ പൊടിയുടെ വ്യത്യാസം ഉണ്ട് കേട്ടോ. റെസിപ്പി അല്ല ഇതും അതുപോലെ എന്ന് പറയരുത്. നമസ്കാരം, കൈപ്പന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു ചെറിയ വ്ളോഗ് ചെയ്യുകയാണ്. കുറേ നാളായി വ്ളോഗ് ചെയ്തിട്ട്. അപ്പം വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നേരെ വീഡിയോയിലോട്ട് പോകാം. ചെറിയ കുക്കിങ് കലാപരിപാടികളൊക്കെയാണ്. വൈകുന്നേരം നമ്മൾ കുറച്ച് ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി, ഒരു അപ്പമൊക്കെ ഉണ്ടാക്കി. അപ്പമാണോ ഉണ്ടാക്കുന്നത്, പുട്ടാണോ ഉണ്ടാക്കുന്നത്? അത് ചിക്കൻ കറി വെന്ത് വരുമ്പോഴേക്കും തീരുമാനം എടുക്കേണ്ടിയിരിക്കുന്നത്. അപ്പം വേണം, പുട്ട് വേണം. ഓക്കെ, നമ്മൾ കുറേ നാളായി നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്തിട്ട്. ഡേ ഇൻ മൈ ലൈഫില് ഈവനിങ്ങത്തെ ഡേ ആണ്, ഡേയില് ഈവനിങ്ങത്തെ വീഡിയോ ആണ്. അത് തന്നെ. നൈറ്റ് കഴിഞ്ഞ് വന്നാൽ ഞാൻ ഉറങ്ങി എഴുന്നേറ്റ് വരുന്നത് വരെ നോക്കി ചിക്കനും വെട്ടി നോക്കിയിരുന്ന ഭർത്താവ്. അവിടെ കൊടുക്കണം കയ്യടി. അത് തന്നെ. രാവിലെ പോയി കട അത് വെട്ടി ഇത്ര നേരം നോക്കിയിരിക്കാനുള്ള ക്ഷമ, അതാണ് കാത്തിരിപ്പിനുണ്ടൊരു സുഖം. അപ്പൊ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം. ഓക്കെ, ചട്ടി ചൂടായി. ചട്ടിയല്ലോ, പാത്രം ചൂടായി. പാത്രത്തിലേക്ക് എണ്ണ ചൂടായി. എണ്ണ ചൂടായപ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് പട്ട, 2 ഏലക്ക, 2 ഗ്രാമ്പൂ, സ്പൈസസ് ഇട്ടു. സവാള, 4 സവാള മുറിച്ചത്. അതിലേക്ക് കുറച്ച് ഉപ്പ്. അത് പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിട്ട്. കൈ എന്താ പറ്റി? അത് വാതിലേല് ഇടിച്ചു കുടിച്ചതാണ്. മതിലില് വാതില് നോക്കി നടക്കരുത്. അത് വേഗം വേഗം ഓടി ഓടി നടക്കുമ്പോ അറിയാണ്ടൊക്കെ ഇടിച്ചു താടേ. നല്ല അടിപൊളി മഴയൊക്കെ പെയ്ത് തോന്നിരിക്കുന്നത്. മാനം തെളിയത്തില്ല, കാരണം രാത്രി ആയിക്കൊണ്ടിരിക്കുകയാണ്. സമയം 8 മണിയായി. ശരിക്കുന്നോ? ഒരു പാട്ട് പാടാനുള്ള സ്വാതന്ത്ര്യം ഇല്ല വീട്ടിൽ? ഓഫ് കോഴ്സ്. ഈ വീടിന്റെ ഐശ്വര്യമായിരിക്കുന്ന കേട്ടോ. അതൊരു കാലം. അത് തന്നെ. ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്ത കാലം. അതെടുത്ത് പറഞ്ഞു. വളയിട്ട കൈ മാറി വാച്ചിട്ട കൈ കൊണ്ട് ചിക്കൻ കറിയുടെ സവാള ഇളക്കുന്നത്. സവാള നല്ല ബ്രൗൺ കളർ വരെ ആവണം അല്ലേ? നല്ലതായിട്ട് വഴണ്ട് ബ്രൗൺ കളർ ആവണം. ഇതിപ്പോ നമ്മള് പണ്ടും നമ്മുടെ നാട്ടിലല്ല, നമ്മള് ബാംഗ്ലൂരൊക്കെ പഠിക്കാൻ പോയ സമയത്ത് എല്ലാ ഇതിലും ചിക്കൻ കറിക്ക് ഒരു റെസിപ്പി ആയിരിക്കും, മീൻ കറിക്ക് ഒരു റെസിപ്പി ആയിരിക്കും, ബീഫ് കറിക്ക് ഒരു റെസിപ്പി ആയിരിക്കും. ആ സെറ്റപ്പാണിത്. തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, ഇതില്ലാത്തൊരു ഐറ്റം അവിടെ ഇതാണ്. ഇത് ഉപ്പുമാവും ഇത് തന്നെ. ഉപ്പുമാവും ഇതൊക്കെ തന്നെയാണ്. തക്കാളി മാറ്റി കഴിഞ്ഞാൽ ബാക്കിയുള്ള സാധനം ഉപ്പുമാവും. എന്റെ എല്ലാ കറിക്കും എല്ലാം സെയിം റെസിപ്പി അല്ല. നിന്റെ അറിയാം. ഇതും അതുപോലെ എന്ന് പറയരുത്. ഇത് വേറെ ടൈപ്പാണ്. എന്റെ റെസിപ്പിക്ക് എല്ലാം വ്യത്യാസമുണ്ട്. ഒരാൾ ആകാംക്ഷ പരിതനായിരുന്ന TV കാണാനാണ് കേട്ടോ കൊടുക്കുന്നത്. കിട്ടിയ സമയം മുതലാക്കുക കേട്ടോ. ഹലോ സാർ, 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 അതിനകത്തോട്ടങ്ങ് കേറ്. സവാള ഏകദേശം ഒരു വരണ്ട് വന്നിട്ടുണ്ട്. ഫുള്ളായിട്ടില്ല. അപ്പോഴത്തേക്കും ഞാൻ ഇഞ്ചി, പച്ചമുളകും, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 2 പച്ചമുളക്, കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കും. ഇവിടെ നമ്മുടെ ചിക്കൻ കഴുകി വെട്ടി കഴുകി തോരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ചിക്കൻ വെട്ടിയത് ആരാന്ന് പറ? ചിക്കൻ വെട്ടിയത് മിസ്റ്റർ കൈപ്പൻ. അത് എടുത്തു പറയേണ്ടതാണ്. കരിഞ്ഞാരി വെള്ളമല്ല, ജ്യൂസ്, സ്ക്വാഷ്. സാധാരണ നമ്മൾ ഇവിടുത്തെ ടാപ്പ് വെള്ളം തന്നെയാണ് കുടിക്കുന്നത് കേട്ടോ. ടാപ്പ് വെള്ളത്തിനകത്ത് ടാപ്പ് വെള്ളം ഭയങ്കരമായിട്ട് അതിൻ്റെ ഒരു ചവ ഇഷ്ടമല്ലാത്തവർക്ക് ഞാൻ ടാപ്പ് വാട്ടർ ഡയറക്റ്റാണ് കുടിക്കുന്നത്. അപ്പോൾ എനിക്ക് പ്രശ്നമൊന്നുമില്ല. വന്ന സമയങ്ങളിൽ ഞാൻ അത് അങ്ങനെ ശീലിച്ചത് കൊണ്ട് നമുക്കത് ബെറ്ററായി. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ ഫിൽറ്റർ കിട്ടും. 18 പൗണ്ട്. എത്ര നമ്മൾ മേടിച്ചത്? ടെസ്കോയിൽ നിന്ന് മേടിച്ചത്. ടെസ്കോയിൽ നിന്ന് 18 പൗണ്ട്. 12 പൗണ്ടിന് 3 ഫിൽറ്റർ കിട്ടും.
നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഫിൽറ്റർ മാറ്റി കൊടുക്കാം. 100% ആണ് അത്. എനിക്ക് ഒരു കുഴപ്പമില്ലാതെ നല്ല നോർമൽ വാട്ടർ ഇതിനകത്ത് ഒഴിച്ച് കഴിഞ്ഞാൽ ഫിൽറ്റർ ചെയ്ത് വെള്ളം വരും. നമ്മൾ നോർമലി അതാണ് കൊച്ചിനൊക്കെ കൊടുക്കാൻ ഉപയോഗിക്കുന്നത്. എത്ര സവാള ഇട്ട്? ഇടത്തരം. ഓക്കെ, അതായി കഴിയുമ്പോഴത്തേന് നല്ല ബ്രൗൺ കളർ വരെ ഞാൻ വഴറ്റും. എനിക്ക് അങ്ങനെ ഉണ്ടാക്കാനാണ് ഇഷ്ടം. കുറച്ച് മഞ്ഞപ്പൊടി, കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി. ഇവിടെ മുളക് പൊടിയൊക്കെ കുറവാ. എരിവ് കഴിക്കുന്ന ആൾക്കാര് കുഞ്ഞു കഴിക്കത്തില്ലാത്ത കാരണം ഞാൻ മുളക് കുറച്ചിട്ടുണ്ടായിരുന്നേ. ജസ്റ്റ് അതൊന്ന് വഴറ്റിയെടുക്കാം. ഏതാണ് മസാല? ഇത് പുതിയ മസാലയാ, വയനാട് സ്പൈസസ്. നല്ല മസാലയാ. വയനാട്ടുകാരുടെ ചിക്കൻ കറി ഉണ്ടാക്കി നോക്കാം. വയനാട്ടിൽ പോവാനോ പറ്റിയില്ല. വയനാട്ടിൽ പോവാനോ പറ്റിയില്ല. ഞാൻ പോയിട്ടുണ്ട്. നീ പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ടുണ്ട്. ഞാൻ പണ്ട് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കല്യാണത്തിന്, കൂട്ടുകാരൻ്റെ പെങ്ങളുടെ കല്യാണത്തിനല്ല അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ അന്നാണ് ആദ്യമായിട്ട് കപ്പ ബിരിയാണി കഴിക്കുന്നത്. മറ്റേ എല്ലും കപ്പയും. കപ്പ ബിരിയാണി അല്ല, ഞങ്ങളുടെ ഭാഗത്തോട്ടൊന്നും അതൊന്നും ഇല്ല. വയനാട്ടിലെ റിലേറ്റീവ്സ് ഒക്കെ ഉണ്ട്, പക്ഷെ ഞാൻ പോയിട്ടില്ല. ജസ്റ്റ് പൊടിയുടെ ഒക്കെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി നല്ലോണം വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒരു തക്കാളി ചെറുതായിട്ട് ജസ്റ്റ് സ്ലൈസ് ചെയ്ത് വരുന്നത്. തക്കാളി നല്ലോണം വഴണ്ട് വന്നിട്ടുണ്ട്. ചിക്കൻ ഇട്ട് കൊടുക്കാം. ഉപ്പ്. ചിക്കനിൽ വെള്ളം ഒഴിക്കുന്നില്ല? ഉപ്പ് ഒഴിക്കുന്നില്ല. ചിക്കനിൽ വെള്ളം ഇറങ്ങൂലോ കുറച്ച്. വേണം ചാറ് വേണം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അവസാനം ചേർക്കാൻ കുറച്ച്. തക്കാലം അതിലിരുന്ന് എവിടം വരെ ആയി? വേണ്ട, ഇത്രയും വെള്ളമൊക്കെ ഇറങ്ങി ഒന്ന് ഇതായിട്ടുണ്ട്. ഇനി ഇച്ചിരി വെള്ളമോട് ഒഴിച്ചിട്ട് നമുക്കൊന്നുകൂടെ വേവിച്ചെടുക്കാം. ഇത് കുഴപ്പമില്ല. പുട്ട് വേണം, അപ്പം വേണം, ഇപ്പൊ തീരുമാനിക്കണം. ഇഷ്ടമുള്ള ഉണ്ടാക്കിയാൽ അങ്ങനെ എനിക്കിഷ്ടമുള്ള ഉണ്ടാക്കാനാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കി ഇത് പറയാനല്ലേ എനിക്കറിയാം. നിങ്ങൾ രണ്ടുപേരും എനിക്കിത് താങ്ങും. നിങ്ങളുടെ ഇഷ്ടത്തിന് ഞാൻ ഉണ്ടാക്കുന്നത് എന്താച്ചാ പറഞ്ഞു. പുട്ട് മതിയോ? അല്ലെങ്കിൽ തന്നെ എനിക്ക് പുട്ടിന്റെ പേരിൽ അത് കൂടി ചെയ്തിട്ട് വരാം. ഞാൻ ഈ വീട്ടില് പുട്ടുണ്ടാക്കാറേ ഇല്ല. എന്റെ യോഗത്തിന് 2 ദിവസം ഒന്ന് അടുപ്പിച്ച് ഉണ്ടാക്കി പോയതാ. പുട്ട് മതിയോ? ഉറപ്പാന്നേ. പുട്ടുണ്ടാക്കാൻ പോവാണ്. അളവുണ്ടോ? എനിക്ക് അളവൊന്നുമില്ല. ഞാൻ എന്റെ കൈ കണക്കാണില്ല. എനിക്ക് ഇന്ന അളവൊന്നുമില്ല. കുറച്ച് ഉപ്പ്, സാധാരണ എല്ലാരും പുട്ടിന് നനയ്ക്കുമ്പോ ഞാൻ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നനച്ചെടുക്കും. ഞാൻ പക്ഷേങ്കില് പുട്ടിന് നനയ്ക്കുമ്പോണ്ടല്ലോ കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴിച്ചു വെക്കും. അപ്പോൾ 1 ഗ്ലാസ് പൊടിയാണെങ്കിൽ 1 ഗ്ലാസ് വെള്ളം, അത് ഏകദേശം. അതുപോലെ പൊടിയുടെ വ്യത്യാസം ഉണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ കുറച്ച് നേരം ഇങ്ങനെ വെച്ചേക്കും അടച്ച് 10, 15, 20 മിനിറ്റ്. അത് കഴിഞ്ഞ് ഞാൻ നനച്ചെടുക്കും. അന്നേരം കറക്റ്റ് നല്ലതായിട്ട് കുതിർന്ന് നല്ല നൈസായിട്ട് പുട്ടിന് കിട്ടും. അതെ, ചിലർ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ഞാൻ കൂടുതലും അങ്ങനെ ചെയ്യണേ. ചിക്കൻ കറി റെഡി. കുറച്ച് വാങ്ങുന്ന കുറച്ച് 1 സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരിത്തിരി ഗരം മസാല കൂടെ ജസ്റ്റ് ഒന്ന് തൂക്കിയിട്ട് ഓഫ് ചെയ്ത്. നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോവാണെന്നോ നടക്കാൻ വേണ്ടി. 9 മണിയായി, രാത്രി 9 മണിയായി. ഇപ്പോഴും ഏകദേശം പകല് പോലാണ്. പോട്ടെ അതന്നെ വൈകുന്നേരം. ठाकुर साहब गाँव में कोई नहीं है. ഒരു മനുഷ്യരില്ല. നമ്മളിങ്ങനെ നടക്കുന്നത്. 9 മണിയായി. പിള്ളേരൊക്കെ കയറി കിടന്ന് ഉറങ്ങുമായിരിക്കും. ഇവിടെ ഒരാളി ചൂട്ടർ ഓടിക്കാൻ പോകുന്നു. നാളെ ഉണ്ടല്ലോ വേസ്റ്റ് ബിന്നും അതൊക്കെ വയ്ക്കാൻ മറക്കും കേട്ടോ. നാളെ റീസൈക്കിൾ ബിന്നും ഗാർഡൻ വേസ്റ്റും എല്ലാവരും വെച്ചിട്ടുണ്ട്. ചെല്ലുമ്പോൾ മറക്കല്ലേ. ഇല്ല, ആഴ്ചയിൽ 1 പ്രാവശ്യം വന്ന് വേസ്റ്റ് എടുക്കാൻ പറ്റും ഇവിടെ. ഗാർഡൻ വേസ്റ്റ് അങ്ങനെ ഓരോ ആഴ്ചയിലും ഓരോ കാര്യങ്ങളാണ് വന്നെടുക്കുന്നത്. ഇവിടുത്തെ ചെറിയൊരു പാർക്കാണ്. പാർക്ക് നമുക്ക് ചെറുതായിട്ട് ഇവിടെ ഒക്കെ വന്നിരുന്ന് രണ്ട് ചെയറൊക്കെ ഇട്ടിട്ടുണ്ട്. വേണമെങ്കിൽ ഇവിടെ വന്നിരിക്കുകയും പിള്ളേരെന്നേരം അതിലേക്കൂടെ ചാടി കളിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ നമുക്കതൊക്കെ നോക്കി സൊറയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കാം.
അല്ലേ? ഇപ്പൊ മൊത്തം പച്ചപ്പാണ്. ഇപ്പൊ ഇവിടെ പെട്ടെന്ന് പുല്ല് കിളിർത്ത് വരും അല്ലേ? നമ്മുടെ അവിടെയും കാടം വൃത്തിയാക്കിയിട്ട് ഒരാഴ്ച ആയപ്പോഴത്തേനും അടുത്ത കണ്ട് കിളിച്ച് പൊങ്ങി. 9:15. ഈ അമ്മയുടെ ടേണാണ് വണ്ടി ഓടിക്കല്. ഇനി മറിഞ്ഞു വീണിട്ട് ഈ ഒരു കാലാവസ്ഥയൊക്കെയാണെങ്കിൽ നല്ല രസമല്ലേ? നമ്മുടെ നാട്ടിലെ ചെറിയൊരു തണുപ്പും ചെറിയൊരു ചൂടും വൈകുന്നേരങ്ങളിലെ ആ ഇളം കാറ്റും. രാവിലെ വേസ്റ്റ് എടുക്കാൻ ആൾക്കാർ വരും, ലോറി വരും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ രാവിലെ എഴുന്നേക്കാൻ സാധ്യത കുറവാണ്, മറന്നു പോകും. അതുകൊണ്ട് നമ്മൾ രാത്രിയിലെ വൈകുന്നേരം തന്നെ എടുത്തു വെക്കും. ചോറ് സ്കൂളുണ്ട്, അപ്പം നേരത്തെ കിടത്തി ഉറക്കാൻ വേണ്ടിയിട്ട് ചോറ്, കൊഴുവ വറുത്തതും മാങ്ങയും കുഴുവേനെ തേങ്ങ അരച്ച് വെച്ച കറി, പിന്നെ ചിക്കൻ കറി. നമ്മൾ നേരത്തെ പുറത്തു പോയപ്പം നനച്ച് വെച്ച പുട്ടുപൊടിയാണ്. അപ്പം അത് ഇനി ഇതിനെ നല്ലോണം കൈ കൊണ്ട് നനച്ചെടുക്കും. അവസാനം നമ്മൾ നമ്മുടേതായ ജോലി കയറിയിരിക്കുകയാണ്, പാത്രം കഴുകുന്നത്. കുക്കിംഗ് ഒരാൾ ചെയ്യുമ്പോൾ ഒരാൾ പാത്രം കഴുകണ്ടേ? ചെയ്യണല്ലോ. ഇനി പുട്ടിന്റെ ബാക്കിയുള്ള പരിപാടിയിലേക്ക് കിടക്കാം. വെള്ളം വെച്ചു. ഇപ്പം രാത്രി 9:58. ഏകദേശം ഇരുട്ടി വരുന്നതേ ഉള്ളൂ. ഞങ്ങളിവിടെ തേങ്ങ അവിടെ കടയിൽ പോകുമ്പോൾ 3-4 ഒരുമിച്ച് മേടിക്കും. എന്നിട്ട് അത് ചിരകി ഇപ്പോൾ പാത്രത്തിലാക്കി ഫ്രീസറിൽ എടുത്ത് വെക്കുകയും ആവശ്യത്തിന് എടുത്ത് യൂസ് ചെയ്യും. പിന്നെ അല്ലെങ്കിൽ ഫ്രോസൺ തേങ്ങ ചിരകിത് വാങ്ങാൻ കിട്ടും, അത് വാങ്ങാറില്ല. കൂടുതലും തേങ്ങ അങ്ങനെ മേടിച്ചിട്ട് ഫ്രോസൺ ആയിട്ട് എടുത്ത് വെക്കാറുള്ളത്. അതാകുമ്പോൾ ഒരു ഫ്രഷ് ഫീൽ കിട്ടുമല്ലേ? അതാകുമ്പോൾ നല്ല സാധാരണ നമ്മുടെ നാട്ടിൽ തേങ്ങ മറ്റേ ഡെസിഗ്നേറ്റഡ് കോക്കനട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഉണക്കച്ചവയുണ്ട്. ഇതാകുമ്പോൾ അതില്ല. നമ്മുടെ സാധാരണ തേങ്ങ ഇട്ട് ഉണ്ടാക്കുന്ന ആ ടേസ്റ്റ് തന്നെ കിട്ടുമല്ലോ. അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ പുട്ടും ചിക്കൻ കറി റെഡി ആയിരിക്കുകയാണ്. ഇതിപ്പോൾ കഴിക്കണം. കുഞ്ഞുറങ്ങി, ഞങ്ങളൊരു കട്ടൻ ചായ കുടിച്ച് കഴിച്ചിട്ട് കിടന്നുറങ്ങണം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ. ബൈ ബൈ.